ഹായ് ഹലോ ഡിയേഴ്സ്. അപ്പോൾ നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം പേപ്പറാണ്. അതിൽ ഒരുപാട് ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. സോ അതിൽ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ഏതൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എക്സാമിന് പോകുന്നതിന് മുന്നേ എല്ലാവരും ഒന്ന് വിചാരിക്കും, എല്ലാ ഇക്വേഷൻസ് ഒന്നും ബ്രഷപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ നമുക്ക് എല്ലാതും ഓർമ്മയിൽ ഉണ്ടാവുകയും ചെയ്യും. ആ ഇക്വേഷൻസ് എല്ലാം വെച്ചിട്ട് essay ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഏത് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് പോകാനും പറ്റും. സോ നമ്മളുടെ ഈ 10 ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചാപ്റ്റർ സ്കോപ്പ് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ കളക്ഷൻ ഓഫ് ഡാറ്റ. ഈ 2 ചാപ്റ്റേഴ്സിലും നമ്മൾ തിയറിയാണ്, അധികം ഇക്വേഷൻസ് ഒന്നുമില്ല. സോ നമ്മൾ തേർഡ് ചാപ്റ്റർ തൊട്ടാണ് പറഞ്ഞു പോകുന്നത്. തേർഡ് ചാപ്റ്റർ തൊട്ടാണ് നമുക്ക് ഇക്വേഷൻസ് വരുന്നത്. സോ നമ്മൾ തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ആണ് നമ്മളെ തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 ഫ്രീക്വൻസി ടേബിൾസ് ഉണ്ട്. ഒന്ന് റിലേറ്റീവ് ഫ്രീക്വൻസി ടേബിളും മറ്റൊന്ന് പെർസെൻറ്റേജ് ഫ്രീക്വൻസി ടേബിളും. റിലേറ്റീവ് ഫ്രീക്വൻസി ടേബിളിന് ഒരു ഇക്വേഷൻ ഉണ്ട്. റിലേറ്റീവ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു F/N. അതായത് എന്താണോ ആ ഐറ്റത്തിന്റെ ഗിവൺ ഫ്രീക്വൻസി, ആ ഐറ്റത്തിന്റെ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി. അതിന്റെ കൂടെ ഒരു 100 കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പെർസെൻറ്റേജ് ഫ്രീക്വൻസി. സോ നമുക്ക് എക്സ് വാല്യൂം എഫ് വാല്യൂം, നമ്മളെ എക്സിന്റെ വാല്യൂസും ഫ്രീക്വൻസീസും നമുക്ക് ആദ്യം തന്നിട്ടുണ്ടാവും. അതിന്റെ കൂടെ ഇതുകൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ കിട്ടും. ആ റിലേറ്റീവ് ഫ്രീക്വൻസി ഇൻറ്റു ഒരു 100 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർസെൻറ്റേജ് ഫ്രീക്വൻസി കിട്ടും. സോ അതിന്റെ തേർഡ് കോളം ആയിട്ട് നമ്മൾ ആ പെർസെൻറ്റേജ് ഫ്രീക്വൻസി, ഇനി റിലേറ്റീവ് ഫ്രീക്വൻസി ആണ് ചോദിക്കുന്നതെങ്കിൽ തേർഡ് കോളം റിലേറ്റീവ് ഫ്രീക്വൻസി ആയിരിക്കും. സം ഓഫ് റിലേറ്റീവ് ഫ്രീക്വൻസീസ് നമ്മൾ പറഞ്ഞു, ഇവിടെ റിലേറ്റീവ് ഫ്രീക്വൻസീസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ആഡ് ചെയ്താൽ നമുക്ക് 1 ആണ് കിട്ടേണ്ടത്. ഇത് 1 വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. സം ഓഫ് പെർസെൻറ്റേജ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 100 ആണ്. ഈ പെർസെൻറ്റേജ് ഫ്രീക്വൻസി ഈ ഒരു കോളം നമ്മൾ എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 100 ആയിരിക്കും. ഇതും 1 വേർഡ് ആയിട്ട് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഫോർത്ത് ചാപ്റ്റർ ആണ് നമ്മൾ ഡയഗ്രാംസ് ആൻഡ് ഗ്രാഫ്. അതിൽ നമുക്ക് ജസ്റ്റ് ഓരോ ഡയഗ്രാംസും ഗ്രാഫ്സും ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ് അനുസരിച്ച് വരച്ചാൽ മാത്രം മതി. ആംഗിൾ കാണണ്ട. നമ്മൾ പൈ ഡയഗ്രത്തിന്റെ കേസ് വരുമ്പം അതില് നമുക്ക് ആംഗിൾസ് കാണണം. ഓരോ ഐറ്റത്തിനും എത്ര ആംഗിൾ വെച്ചിട്ടാണുള്ളത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. സോ അതില് ഗിവൺ ഫ്രീക്വൻസി ബൈ ടോട്ടൽ ഫ്രീക്വൻസി ഇൻടു 360. നേരത്തെ മാതിരി ഗിവൺ ഫ്രീക്വൻസി അതായത് F/N ഇൻറ്റു ഒരു 360 കൂടെ നമ്മൾ ചെയ്യണം. ആ തന്നിരിക്കുന്ന ഫ്രീക്വൻസി ബൈ ടോട്ടൽ ഫ്രീക്വൻസി ഇൻറ്റു 360 ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഐറ്റത്തിന് എത്ര ആംഗിൾ ആണ് ആ പൈ ഡയഗ്രത്തിൽ വരയ്ക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവുക. ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിൾ എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി കിട്ടേണ്ടത് 360 ഡിഗ്രി ആണ്. ഇതും ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്, ടോട്ടൽ ആംഗിൾ എന്ന് ചോദിക്കുന്നത്. ഇനി നമ്മൾ ഫിഫ്ത്ത് ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മളെ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അതിൽ മീൻ, മീഡിയൻ, മോഡ്, അരിത്മെറ്റിക്, ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്. സോ അരിത്മെറ്റിക് മീനിന്റെ കേസിൽ റോ ഡാറ്റ, അതായത് ജസ്റ്റ് വാല്യൂസ്, എക്സിന്റെ വാല്യൂസ് മാത്രം തരുന്നതുണ്ട്. ഡിസ്ക്രീറ്റിലും കണ്ടിന്യൂസിലും എന്താ ഫ്രീക്വൻസി കൂടെ ഉണ്ട്. ഫ്രീക്വൻസിയും ഈ നമ്പേഴ്സും മാത്രമാണ് ഡിസ്ക്രീറ്റ്. ഇനി ഒരു ഇന്റർവെല്ലും ഫ്രീക്വൻസി ആണെങ്കിൽ അത് കണ്ടിന്യൂസിന്റെ കേസാണ്. സോ റോ ഡാറ്റയിൽ നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമേഷൻ എക്സ് ബൈ എൻ ആണ്. സമേഷൻ എക്സിനെ നമ്മൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സമ്മേഷൻ എക്സ് കണ്ടുപിടിക്കേണ്ട കേസ് വരികയാണെങ്കിൽ NX ബാർ എന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ സമ്മേഷൻ എക്സ് എന്ന് പറയുന്നത് x1 + x2 + ആ തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ് എല്ലാം ആഡ് ചെയ്യുക, അതിന്റെ സം എടുക്കുന്നതാണ് നമ്മളെ സമ്മേഷൻ എക്സ് എന്ന് പറയുന്നത്. ആൻഡ് N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ഇനി ഈ സ്മോൾ ലെറ്റർ N നിങ്ങൾ ഒരുപാട് ഇനിയുള്ള എല്ലാ ഇക്വേഷൻസിലും കാണും. എല്ലായിടത്തും സ്മോൾ ലെറ്റർ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ഇനി ഡിസ്ക്രീറ്റിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ഇക്വേഷന്റെ കൂടെ ഇവിടെ സമ്മേഷൻ എക്സ് ആയിരുന്നു, ഇവിടെ സമ്മേഷൻ FX എന്ന് വരുന്നുണ്ട്. സോ ഫ്രീക്വൻസിയും ആ തന്നിരിക്കുന്ന എക്സിന്റെ വാല്യൂസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് സമ്മേഷൻ FX കിട്ടും. ഡിവൈഡ് ബൈ N. N എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസി ആണ്. ഇവിടെ N ക്യാപിറ്റൽ ലെറ്റർ N വരികയാണെങ്കിൽ അത് ടോട്ടൽ ഫ്രീക്വൻസി ആണ്. തന്നിരിക്കുന്ന ഫ്രീക്വൻസീസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ടോട്ടൽ ഫ്രീക്വൻസി N കിട്ടുക. ഇനി ത്രൂ ഔട്ടും ക്യാപിറ്റൽ ലെറ്റർ N എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസി ആണ്. ഇനി കണ്ടിന്യൂസിന്റെ കേസിലാണ് നമ്മൾ പറഞ്ഞു ഇന്റർവെൽസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. സോ ആ ഇന്റർവെലിന്റെ മിഡ് വാല്യൂ എക്സ്, ആ ഇന്റർവെലിന്റെ മിഡിൽ വാല്യൂ എക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഇസ് സമ്മേഷൻ FX ബൈ N എന്ന് പറയുന്നത്. ഇനി മീഡിയൻ ആണെങ്കിൽ അതിലും നമുക്ക് 3 കേസസ് ഉണ്ട്. ഒന്ന് റോ ഡാറ്റ, ഒന്ന് ഡിസ്ക്രീറ്റ് ഡാറ്റ ആൻഡ് ഫൈനലി കണ്ടിന്യൂസ് ഡാറ്റ.
സോ റോ ഡാറ്റ ആണെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത് നമ്മൾ അത് ആദ്യം ആ ഡാറ്റ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ആദ്യം നമ്മൾ എന്താണ് അസെൻഡിങ് ഓർഡറിൽ ഈ ഡാറ്റ അറേഞ്ച് ചെയ്യണം. എന്നിട്ട് അതിന്റെ ഏറ്റവും മിഡിലിൽ നിൽക്കുന്ന വാല്യൂ, മിഡിൽ മോസ്റ്റ് വാല്യൂവിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. സോ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, n+1/2 ഐറ്റം. n+1/2, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. സോ n+1/2 ഐറ്റം എന്ന് പറയുന്നത് n+1/2 ഐറ്റം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആരാണോ ഉള്ളത് അതാണ് നമ്മളുടെ മീഡിയൻ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഡിസ്ക്രീറ്റിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഫ്രീക്വൻസീസ് തരും നമുക്ക്. അപ്പൊ ഫ്രീക്വൻസീസ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കണം, അതായത് ഓരോ ഫ്രീക്വൻസിയും ആഡപ്പ് ചെയ്ത് വരണം. അതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ n+1/2 ടേം എവിടെയാണുള്ളത്? ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ എഫ് ആണ്, ടോട്ടൽ ഫ്രീക്വൻസി ആണ് n എന്ന് പറയുന്നത്. n എന്ന് പറയുന്നത് സമ്മേഷൻ എഫ് ആണ്. സമ്മേഷൻ എഫ് ആണ് നമ്മളുടെ n എന്ന് പറയുന്നത്. സോ ഇതിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് നമ്മൾ എടുക്കണം. അതിൽ n+1/2 എവിടെയാണ് വരുന്നത്? അതാണ് നമ്മളുടെ മീഡിയൻ എന്ന് പറയുന്നത്. ഇനി കണ്ടിന്യൂസിന്റെ കേസിലാണെങ്കിൽ മീഡിയന് നമുക്കൊരു ഇക്വേഷൻ തന്നെ ഉണ്ട്. ഇതിൽ l+n/2 - m × c/f. ഇതിൽ l എന്ന് പറയുന്നത് ആദ്യം നമ്മൾ n/2 ചെയ്യണം. n/2, n എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ ഫ്രീക്വൻസി ആണ്. /2 ചെയ്ത് കഴിഞ്ഞാൽ അതിന് മിഡിൽ മോസ്റ്റ് മീഡിയൻ ക്ലാസ് നമുക്ക് കിട്ടും. സോ ആ മീഡിയൻ ക്ലാസ് ആണ് n/2 എവിടെയാണോ ഉള്ളത് അവിടെയാണ് നമ്മളുടെ മീഡിയൻ ക്ലാസ് നമുക്ക് കിട്ടുക. സോ ആ മീഡിയൻ ക്ലാസിന്റെ ലോവർ ബൗണ്ട് ആണ് L എന്ന് പറയുന്നത്. എഫ് എന്ന് പറയുന്നത് ആ മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി ആണ് എഫ് എന്ന് പറയുന്നത്. ഇനി C എന്ന് പറയുന്നത് അതിന്റെ ക്ലാസ് ഇന്റർവൽ ആണ്. ആൻഡ് M എന്ന് പറയുന്നത് ഇത് നമ്മളെ മീഡിയൻ ക്ലാസ് ആണെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് നമ്മൾ M എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് തന്നെയാണ് നമുക്ക് എഫ് വരുന്നത്, L വരുന്നത്, C എന്ന് പറയുന്നത് ആ ക്ലാസ് ഇന്റർവൽ ആണ്. സോ ഫ്രീക്വൻസി ഓഫ് പ്രിസീഡിങ് ക്ലാസ് ഓഫ് മീഡിയൻ ക്ലാസ്, ഇത് നമ്മുടെ മീഡിയൻ ക്ലാസ് ആണെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് M എന്ന് പറയുന്നത്. ഇനി ഫൈനലി മോഡിലേക്ക് എത്തുമ്പം മോഡ് എന്ന് പറയുന്നത് ഏറ്റവും അധികം തവണ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന വാല്യൂ ആണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. സോ റോ ഡാറ്റയിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി ആർക്കാണോ, അതായത് കൂടുതൽ തവണ ഒക്കർ ചെയ്യുന്ന വാല്യൂ ഏതാണ്, അതാണ് നമ്മളുടെ മോഡ് എന്ന് പറയുന്നത്. ഇനി ഡിസ്ക്രീറ്റിന്റെ കേസിലാണെങ്കിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി, അത് ഫ്രീക്വൻസി ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതലായിട്ടുള്ള ഫ്രീക്വൻസി ആർക്കാണോ ഉള്ളത് അയാളാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. ഇനി കണ്ടിന്യൂസിന്റെ കേസാണെങ്കിൽ നമ്മളൊരു മോഡൽ ക്ലാസ് ഉണ്ട് നമുക്ക്. ആ മോഡൽ ക്ലാസ് കിട്ടുന്നത് എന്ന് പറയുന്നത് ആ ഒരു ടേബിളിൽ ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ഏത് ക്ലാസിന്റെ നേരെയാണോ അതാണ് നമ്മളെ മോഡൽ ക്ലാസ് എന്ന് പറയുന്നത്. അയാൾക്കാർക്ക് ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത്. സോ ആ മോഡൽ ക്ലാസിന്റെ ലോവർ ബൗണ്ട് ആണ് L എന്ന് പറയുന്നത്. ആ മോഡൽ ക്ലാസിന്റെ ലോവർ ബൗണ്ട് ആണ് L എന്ന് പറയുന്നത്. F1 എന്ന് പറയുന്നത് ആ മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസി എത്രയാണോ അതാണ് F1 എന്ന് പറയുന്നത്. ആൻഡ് F0 എന്ന് പറയുന്നത്, F0 എന്ന് പറയുന്നത് ആ മോഡൽ ക്ലാസിന്റെ തൊട്ട് മുകളിലുള്ള ഫ്രീക്വൻസി എത്രയാണ് അതാണ് നമ്മളെ F0 എന്ന് പറയുന്നത്. ആൻഡ് F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മോഡൽ ക്ലാസിന്റെ തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസി എത്രയാണ് അതാണ് നമ്മുടെ F2. സോ F0, F1 ആൻഡ് F2 അങ്ങനെയാണ് നമ്മളുടെ ഇവിടെയുള്ള ഇക്വേഷനിലേക്കുള്ള ആൾക്കാരെ നമുക്ക് കിട്ടുന്നത്. ആൻഡ് C എന്ന് പറയുന്നത് അതെന്താണ്, ക്ലാസ് ഇന്റർവൽ ആണ്. ഇനി നമ്മൾ ജോമെട്രിക് മീനും ഹാർമോണിക് മീനും. ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് nth റൂട്ട് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദി ഒബ്സർവേഷൻസ്. നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ് x1, x2, x3, എക്സെട്ര xn, ഈ ഒബ്സർവേഷൻസ് എല്ലാം നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് അത് എത്ര എണ്ണാണുള്ളത് അതിൻ്റെ nth റൂട്ട് എടുക്കുക. ഇപ്പം എയും ബിയും രണ്ട് വാല്യൂസ് ആണ് നമുക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ സെക്കൻഡ് റൂട്ട്, അതായത് സ്ക്വയർ റൂട്ട് ആണ് നമ്മൾ എടുക്കുക, a × b, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് AB. ഇനി 3 വാല്യൂസ് ആണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ ക്യൂബ് റൂട്ട് ആണ് എടുക്കുക, ക്യൂബ് റൂട്ട് ഓഫ് ABC. ഇതിനെ നമുക്ക് ഇങ്ങനെയും എഴുതാം, x1 × x2 എക്സെട്ര xn ഹോൾ റേസ് ടു 1/n. ഹോൾ റേസ് ടു 1/n. എന്നിന്റെ വാല്യൂ ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കുക, എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അതാണ് നമ്മളെ n വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഹാർമോണിക് മീൻ ആണെങ്കിൽ 1/ഹാർമോണിക് മീൻ. 1/ഹാർമോണിക് മീൻ ആണ് നമ്മളുടെ 1/n × സമ്മേഷൻ 1/x. ഇതാണ് 1/ഹാർമോണിക് മീൻ. അങ്ങനെയാണെങ്കിൽ ഹാർമോണിക് മീൻ എന്ന് പറയുന്നത് n / സമ്മേഷൻ 1/x. n / സമ്മേഷൻ 1/x. ഇനി സ്പീഡ് റിലേറ്റ്, സ്പീഡ് ആവറേജ് സ്പീഡ് കാണാൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഹാർമോണിക് മീൻ ആണ് ചെയ്യേണ്ടത്.
n എന്ന് പറയുന്ന നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. സമ്മേഷൻ x എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ വാല്യൂസ് എന്താണ് നമ്മൾ റെസിപ്രോക്കൽ എടുക്കുക, അത് ആഡ് ചെയ്യുക, അതാണ് നമ്മളെ സമ്മേഷൻ 1/x എന്ന് പറയുന്നത്. ഇനി ഇവർ തമ്മിൽ കുറച്ച് റിലേഷൻസ് ഉണ്ട്. ഈ ജോമെട്രിക് മീനും ഹാർമോണിക് മീനും അരിത്മെറ്റിക് മീനും തമ്മിൽ കുറച്ച് റിലേഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. ജോമെട്രിക് മീനിന്റെ സ്ക്വയർ ആണ് ഹാർമോണിക് മീൻ ഇൻറ്റു അരിത്മെറ്റിക് മീൻ. ദാറ്റ് ഈസ് ജോമെട്രിക് മീൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാർമോണിക് മീൻ ഇൻറ്റു അരിത്മെറ്റിക് മീൻ. Therefore, geometric mean is equal to root of harmonic mean into arithmetic mean. ഇനി arithmetic mean ആയിരിക്കും എപ്പോഴും വലുത്. Arithmetic mean is greater than geometric mean is greater than harmonic mean. ഏറ്റവും വലുത് arithmetic meanഉം ഏറ്റവും ചെറിയ ആള് harmonic meanഉം ആയിരിക്കും. ഇനി മോഡിന്റെ കേസിലാണെങ്കിൽ മീൻ മീഡിയൻ മോഡിന്റെ കേസിൽ നമുക്കൊരു റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. അത് ഇതാണ്. മോഡ് ഇസ് ഈക്വൽ ടു 3 മീഡിയൻ പ്ലസ് 2 മീൻ. ഇതിൽ ഏതെങ്കിലും 2 വാല്യൂ തന്നിട്ട് തേർഡ് പേഴ്സണെ കാണാൻ പറയാം. മീനും മീഡിയനും തന്നിട്ട് മോഡ് കാണാൻ പറയാം, അല്ലെങ്കിൽ മോഡും മീഡിയനും തന്നിട്ട് മീൻ കാണാൻ പറയാം. അപ്പൊ ഈ ഇക്വേഷൻ അതിനനുസരിച്ച് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ക്വാർട്ടൈൽസും ഡെസൈൽസും പെർസെന്റൈൽസ്. ഡെസൈൽസും പെർസെന്റൈൽസും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, അതിന് ഇക്വേഷൻസ് ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. ഡെസൈൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാറ്റ നമ്മൾ 10 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിന് മീഡിയൻ എന്ന് പറയുന്നത് D5 ആണ്. 5th ഡെസൈലാണ് നമ്മൾ മീഡിയൻ വാല്യൂ എന്ന് പറയുന്നത്. പേഴ്സെന്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഡാറ്റേനെ 100 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒരു ഡാറ്റ നമ്മൾ 100 പാർട്സ് ആയി ഡിവൈഡ് ചെയ്യുന്നു. അതിന്റെ മീഡിയൻ എന്ന് പറയുന്നത് P50 ആണ്. അതായത് 50th വാല്യൂ, ആ പേഴ്സെന്റൈല് 50ാമത് വരുന്ന ആളാണ് നമ്മളുടെ മീഡിയൻ വാല്യൂ എന്ന് പറയുന്നത്. ക്വാർട്ടൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡാറ്റനെ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒരു ഡാറ്റ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് 3 ക്വാർട്ടൈൽസ് ആണുള്ളത്, Q1, Q2 ആൻഡ് Q3. നമ്മൾ ആദ്യം ഈ ഡാറ്റേനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. നമ്മൾ അതിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ചെയ്ത ശേഷം നമ്മൾ Q1 കണ്ടുപിടിക്കാം. അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n+1/4th ഐറ്റം ആണ്. ഇനി റോ ഡാറ്റ ആണെങ്കിൽ ഈ ക്യാപിറ്റൽ N അല്ല, സ്മോൾ ലെറ്റർ N ആയിരിക്കും വരിക. ദാറ്റ് ഇസ് Q1 is equal to n+1/4th ഐറ്റം. അതായത് തന്നിരിക്കുന്ന നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്രയാണ് എന്നാണ് റോ ഡാറ്റന്റെ കേസിൽ. സോ n+1/4th ഐറ്റം, n+1/4 ചെയ്യുമ്പോൾ എവിടെയാണ് ആ ഐറ്റം നമ്പർ ഇപ്പം 3 ആണെങ്കിൽ ആ തേർഡ് ഐറ്റം ആണ് നമ്മളുടെ Q1 എന്ന് പറയുന്നത്. ഇനി Q2 എന്ന് പറയുന്നത് n+1/2th ഐറ്റം ആണ്. നമ്മളെ മീഡിയൻ ഇക്വേഷൻ അല്ലേ അത്. സോ Q2 എന്ന് പറയുന്നത് മീഡിയൻ വാല്യൂ ആണ്. Q3 എന്ന് പറയുന്നത് 3 × n+1/4th ഐറ്റം ആണ്. ഈ ഡിസ്ക്രീറ്റിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കും. ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വെച്ചിട്ടാണ് നമ്മൾ ഈ Q1, Q2, Q3 ചെയ്യുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എത്രയാണ് ടോട്ടൽ ഫ്രീക്വൻസി, ക്യാപിറ്റൽ N എന്ന് പറയുമ്പം ടോട്ടൽ ഫ്രീക്വൻസി എത്രയാണ്. ഇവിടെ റോ ഡാറ്റന്റെ കേസിലാണെങ്കിൽ സ്മോൾ ലെറ്റർ N ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഡിസ്ക്രീറ്റിന്റെ കേസിലാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ N യൂസ് ചെയ്യുക. അതിൽ N എന്ന് പറയുന്നത് സമ്മേഷൻ F ആണ്, ടോട്ടൽ ഫ്രീക്വൻസി ആണ്. സോ ആ ടോട്ടൽ ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ എത്രയാണ് നമ്മളുടെ വാല്യൂ വരുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി കണ്ടിന്യൂസ് ഡാറ്റന്റെ കേസിലാണെങ്കിൽ ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത മാതിരി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് n/4ഉം 3n/4ഉം എവിടെയാണ് വരുന്നത് നോക്കുക. N എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസി ആണ്. സോ n/4 ചെയ്യുമ്പം ഏത് ക്ലാസ് ആണ് നമുക്ക് കിട്ടുന്നത്, 3n/4 ചെയ്യുമ്പം ഏത് ക്ലാസ് ആണ് കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് Q1ഉം Q3യും കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നമ്മളെ മീഡിയന്റെ ഇക്വേഷൻ ആയിട്ട് വളരെ സിമിലർ ആണ്. മീഡിയൻ ആകുമ്പോൾ എന്തായിരുന്നു വ്യത്യാസം, ഇവിടെ n/2 ആയിരുന്നു. മീഡിയൻ ആകുമ്പോൾ ഇവിടെ എന്താണ് n/2 ആയിരുന്നു. ഇനി Q1 കണ്ടുപിടിക്കുമ്പം n/4 ഇട്ട് കൊടുക്കുക, Q3 കണ്ടുപിടിക്കുമ്പം 3n/4 കൊടുക്കുക. ബാക്കി എല്ലാം സെയിം ആണ്. ആ Q1ന്റെ ക്ലാസ് എവിടെയാണോ അതിന്റെ ലോവർ ബൗണ്ട് നോക്കുക, ക്ലാസ് ഇന്റർവെൽ നോക്കുക, ഫ്രീക്വൻസി അതിന്റെ തന്നെ. M എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ആ ഒരു ക്ലാസ്സിന്റെ തൊട്ട് മുകളിൽ വരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് നമ്മൾ M1 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 3n/4 ഏത് ക്ലാസ്സാണ് 3n/4 വരുന്നത് നോക്കുക. എന്നിട്ട് അതിന്റെ ലോവർ ബൗണ്ട്, ആ ക്ലാസ്സിന്റെ തന്നെ ഫ്രീക്വൻസി, ആ ക്ലാസ്സിന്റെ തന്നെ ക്ലാസ് ഇന്റർവെൽ. M എന്ന് പറയുന്നത് ആ ഒരു ക്ലാസ്സിന്റെ തൊട്ട് മുകളിൽ വരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണ് അതാണ് നമ്മളെ M വാല്യൂ എന്ന് പറയുന്നത്. M3 എന്ന് പറയുന്നത് ആ ഒരു സക്സീഡിങ് ആയിട്ടുള്ള പ്രിസീഡിങ് ആയിട്ടുള്ള നമ്മളെ വാല്യൂ ആണ്.
ഇനി 6th ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്കതിൽ റേഞ്ച് ഡീവിയേഷൻസ് ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. റേഞ്ച് എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. തന്നിരിക്കുന്ന നമ്പേഴ്സിൽ വാല്യൂസിൽ ഏറ്റവും കൂടിയ വാല്യൂ ഏതാണ് അത് മൈനസ് ഏറ്റവും കുറഞ്ഞ വാല്യൂ. അപ്പോൾ നമുക്ക് അതിന്റെ റേഞ്ച് കിട്ടും. ക്വാർട്ടൈൽ ഡീവിയേഷനിൽ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുന്നത് Q3 മൈനസ് Q1 ആണ്. Q3 മൈനസ് Q1 ആണ് ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്. ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് Q3 മൈനസ് Q1/2 ആണ്. Q3 മൈനസ് Q1/2 ആണ് നമ്മളെ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതിൽ റോ ഡാറ്റ ആയാലും കണ്ടിന്യൂസ് ആയാലും ഡിസ്ക്രീറ്റ് ആയാലും ഇക്വേഷൻ ഇത് തന്നെയാണ് വരുന്നത്. പക്ഷെ Q3യും Q1ഉം കണ്ടുപിടിക്കുന്ന മെത്തേഡ്സിൽ മാറ്റമുണ്ട്. അത് നമ്മളിവിടെ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഡിസ്ക്രീറ്റും കണ്ടിന്യൂസിലും Q1ന്റെയും Q3ന്റെയും ഇക്വേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് അത് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ Q1 Q3 കണ്ടുപിടിക്കുക. ഫൈനലി ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് Q3 മൈനസ് Q1/2 തന്നെയാണ്. ഇനി മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആകാം, മീഡിയൻ ആകാം, മോഡ് ആകാം, അങ്ങനെ ഏത് ആവറേജ് വേണമെങ്കിലും ആകാം. അത് റോ ഡാറ്റ ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ വരുന്നത് സമ്മേഷൻ എക്സ് മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് എ ബൈ എൻ ആണ്. ഇതിൽ എ എന്ന് പറയുന്നത് എനി ആവറേജ്, മീനോ മീഡിയനോ മോഡോ, ആ ക്വസ്റ്റനിൽ എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ആ എ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മീനും മീഡിയനും മോഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ചെയ്യാം. ഇനി കണ്ടിന്യൂസും ഡിസ്ക്രീറ്റും ആയിട്ടാണെങ്കിൽ അതിന് രണ്ടുപേർക്കും സെയിം ഇക്വേഷൻ ആണ് വരുന്നത്. സമ്മേഷൻ എഫ് ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് എ ബൈ എൻ. ഇവിടെ എൻ എന്ന് പറയുന്ന സമ്മേഷൻ എഫ് ആണ്, അതായത് ടോട്ടൽ ഫ്രീക്വൻസി ആണ്. കണ്ടിന്യൂസിന്റെ കേസിൽ ഈ എക്സ് വാല്യൂ എന്ന് പറയുന്നത് മിഡ് വാല്യൂ ഓഫ് ഇന്റർവൽ ആണ്. അത് ഇന്റർവെലിന് മിഡ് വാല്യൂ എക്സ് ആണ്. നമ്മൾ കണ്ടിന്യൂസിന്റെ കേസിലാണ് അങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസ്ക്രീറ്റിന്റെ കേസിലാണെങ്കിൽ എക്സും എഫും നമുക്ക് തന്നിട്ടുണ്ടാവും. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റോ ഡാറ്റേൻ്റെ നമ്മൾ സിഗ്മ എന്നാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിനോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ബൈ എൻ. പക്ഷെ കാൽക്കുലേഷൻ നമ്മൾ യൂസ് ചെയ്യുക സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ, സ്ക്വയർ റൂട്ട് ഓഫ് സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ. ഇതിൽ ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും ആണെങ്കിൽ നമുക്ക് ഒരു എഫ് വാല്യൂ കൂടെ വരും. ഒരു എഫ് കൂടെ നമുക്ക് വരും. ദാറ്റ് ഇസ് സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ. ഇവിടെ എക്സ് ബാർ എന്ന് പറയുന്നത് സമ്മേഷൻ എഫ് എക്സ് ബൈ എൻ ആണ്. ഡിസ്ക്രീറ്റിന്റെ കേസിലും കണ്ടിന്യൂസിന്റെ കേസിലും എക്സ് വാല്യൂ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? കണ്ടിന്യൂസിൽ മിഡ് വാല്യൂ ഓഫ് ദാറ്റ് ഇന്റർവൽ ആണ് നമ്മൾ കണ്ടിന്യൂസിന്റെ കേസിൽ നമ്മൾ എടുക്കുക. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. സോ വേരിയൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ സ്ക്വയർ എന്നാണ്. സോ വേരിയൻസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ബൈ എൻ. ഈ സ്ക്വയർ റൂട്ട് കളഞ്ഞിട്ട് ഈ ഒരു പോർഷൻ മാത്രമാണെങ്കിൽ അത് നമ്മളുടെ വേരിയൻസ് ആണ്. ഇനി കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, ഏതെങ്കിലും രണ്ട് ഐറ്റംസ് കൺസിസ്റ്റൻസ് ആണോ സ്റ്റേബിൾ ആണോ? അപ്പൊ കൺസിസ്റ്റൻസി സ്റ്റെബിലിറ്റി എന്നൊക്കെ ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ അത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ് ചോദിക്കുന്നത്. സോ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻടു 100. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻടു 100 ആണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷന്റെ ഇക്വേഷൻ. ഇനി കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണെങ്കിൽ ദാറ്റ് ഈസ് Q3 മൈനസ് Q1 ബൈ Q3 പ്ലസ് Q1 ആണ് അതിന്റെ ഇക്വേഷൻ. ഇനി കോവേരിയൻസ് നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, COV ഓഫ് എക്സ് വൈ, കോവ് ഓഫ് എക്സ് വൈ. അതെന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ഇൻടു വൈ മൈനസ് വൈ ബാർ ബൈ എൻ. കാൽക്കുലേഷന് വേണ്ടി നമ്മൾ ഇങ്ങനെയായിരിക്കും ചെയ്യുക, സമ്മേഷൻ എക്സ് വൈ ബൈ എൻ മൈനസ് എക്സ് ബാർ ഇൻടു വൈ ബാർ. ഇനി 7th ചാപ്റ്ററിൽ സ്ക്യൂനെസ് ആൻഡ് കുർട്ടോസിസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ അത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണോ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണോ സിമെട്രിക് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കും. കുർട്ടോസിസിലാകുമ്പം ലെപ്റ്റോകർട്ടിക്, മീസോകർട്ടിക് ആൻഡ് പ്ലാറ്റിക്കർട്ടിക്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ സ്ക്യൂനെസ് കണ്ടുപിടിക്കാൻ നമുക്ക് 3 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് കാൾ പിയേഴ്സൺസ് കോഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. അത് ഡിനോട്ട് ചെയ്യുന്നത് SK എന്നാണ്. ദാറ്റ് ഇസ് മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി ബോലീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണെങ്കിൽ SB എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ദാറ്റ് ഇസ് Q3 പ്ലസ് Q1 മൈനസ് 2 മീഡിയൻ ബൈ Q3 മൈനസ് Q1. ഇതില് SK ലെസ് ദാൻ 0 അല്ലെങ്കിൽ SB ലെസ് ദാൻ 0 എന്ന് വെച്ചാൽ അത് നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണ്. ഇനി SK ഗ്രേറ്റർ ദാൻ 0, SB ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. ആൻഡ് ഫൈനലി SK ഇസ് ഈക്വൽ ടു 0 ആൻഡ് SB ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഇനി
മൊമെന്റ്സ്, മെത്തേഡ്സ് ഓഫ് സെൻട്രൽ മൊമെന്റ്സ് ആണ് നമ്മൾ തേർഡ് മെത്തേഡ് വരുന്നത്. സോ മൊമെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ μ1, μ2, μ3, μ4 ഇങ്ങനെയാണ് നമ്മൾ മൊമെന്റ്സ് ഡിനോട്ട് ചെയ്യുക. ദാറ്റ് ഇസ് സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ബൈ എൻ ആണ് μ1 എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ബി 0. എപ്പോഴും അത് 0 തന്നെയായിരിക്കും. ഇനി μ2 എന്ന് പറയുന്നത് നമ്മളെ വേരിയൻസ് തന്നെയാണ്. ദാറ്റ് ഇസ് സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ബൈ എൻ. ഇനി μ3 എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ദി ഹോൾ ക്യൂബ് ബൈ എൻ. μ4 എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് 4 ആയിരിക്കും. സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ റേസ് ടു 4 ബൈ എൻ. മെത്തേഡ് ഓഫ് സെൻട്രൽ മൊമെന്റ്സ് വെച്ചിട്ട് നമ്മളെ β1 എന്ന് പറയുന്നത് μ3 സ്ക്വയർ ബൈ μ2 ക്യൂബ് ആണ്. μ3 സ്ക്വയർ ബൈ μ2 ക്യൂബ് ആണ് നമ്മളുടെ ഇക്വേഷൻ. β1 ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ അതിനെ സിമെട്രിക് എന്ന് പറയും. ഇനി γ1 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് β1 ആണ്. ഇത് നമ്മൾ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണോ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണോ എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ടാണ് γ1 എന്ന ഒരു വേരിയബിൾ കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ μ3 ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ γ1 ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ അത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും. ഇനി അത് ലെസ് ദാൻ 0 ആണെങ്കിൽ അത് നെഗറ്റീവ്ലി സ്ക്യൂഡും, ഈക്വൽ ടു 0 ആണെങ്കിൽ അത് സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അപ്പം μ3 ആണ് എന്ത് സ്ക്യൂനെസ് ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് μ3 ആണ്. ഇനി മെഷേഴ്സ് ഓഫ് കുർട്ടോസിസ്, നമുക്ക് ലെപ്റ്റോകേർട്ടിക് ഉണ്ട്, മീസോകേർട്ടിക് ഉണ്ട്, പ്ലാറ്റികേർട്ടിക് ഉണ്ട്. നമ്മൾ ഇക്വേഷൻ വരുന്നത് β2 ഇസ് ഈക്വൽ ടു μ4 ബൈ μ2 സ്ക്വയർ. μ4 ബൈ μ2 സ്ക്വയർ ആണ്. ഇവിടെ നമ്മൾ γ2 എന്ന വേരിയബിൾ ആണ് നമ്മൾ പറയുന്നത്. γ2 ഇസ് ഈക്വൽ ടു β2 മൈനസ് 3. ഇവിടെ β2 ഇസ് ഈക്വൽ ടു 3 ആണെങ്കിൽ, ദാറ്റ് ഇസ് γ2 ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ അതിനെ മീസോകേർട്ടിക് എന്നാണ് പറയുക. ഇനി β2 ലെസ് ദാൻ 3 ആണെങ്കിൽ അത് പ്ലാറ്റികേർട്ടിക്കും, β2 ഗ്രേറ്റർ ദാൻ 3 ആണെങ്കിൽ അത് ലെപ്റ്റോകേർട്ടിക്കും ആയിരിക്കും. ഇനി നമ്മൾ 8th ചാപ്റ്റർ പ്രോബബിലിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാനുള്ളത് ക്ലാസിക്കൽ പ്രോബബിലിറ്റിന്റെ ഇക്വേഷൻ. അതായത് സാധാരണ നമ്മൾ പ്രോബബിലിറ്റി എ എന്നുള്ളൊരു ഇവന്റ് ഉണ്ടാവും. എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടോട്ടൽ എക്സ്പെരിമെന്റ്, സാമ്പിൾ സ്പേസും ഉണ്ടാവും. അപ്പൊ അതിൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഓഫ് എ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്കംസ് ഓഫ് എസ്. അതാണ് നമ്മളെ നോർമലി നമ്മൾ പ്രോബബിലിറ്റി ഇങ്ങനെയായിരിക്കും നമ്മൾ എഴുതുക. ഇനി n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് അത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ കൊടുത്താലും കിട്ടും. സോ അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു എക്സെട്ര 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഒരു എക്സാമ്പിൾ നോക്കാം. 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അതായത് എത്രയാണോ നമ്പർ തന്നിരിക്കുന്നത് അന്ന് ഓരോന്ന് കുറച്ച് അതുവരെയുള്ള എല്ലാ നമ്പേഴ്സും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മളെ ഫാക്ടോറിയൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇതാണ് നമ്മൾ ഫാക്ടോറിയൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. പിന്നെ ഇനി അടുത്തത് പെർമ്യൂട്ടേഷനും കോമ്പിനേഷൻ ആണ്. പെർമ്യൂട്ടേഷൻ ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. NPR എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ. ഇനി NPN ആണെങ്കിൽ n ഫാക്ടോറിയൽ ബൈ n മൈനസ് n ഫാക്ടോറിയൽ ആണ്. n മൈനസ് n 0 ആയിരിക്കും. 0 ഫാക്ടോറിയലും 1 ആണ്, 1 ഫാക്ടോറിയലും 1 തന്നെയാണ്. സോ അത് n ഫാക്ടോറിയൽ ആണ്. NPN ആണെങ്കിൽ നമുക്ക് കിട്ടുക n ഫാക്ടോറിയൽ തന്നെയായിരിക്കും. കോമ്പിനേഷനിലാണെങ്കിൽ NCR ആണ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. സോ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. P ഓഫ് എ, ഇത് നമ്മളൊരു വെൻ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇത് നമ്മളുടെ ഇവന്റ് എ ആണെങ്കിൽ ഈ പുറത്തുള്ള ആൾക്കാരാണ് നമ്മളുടെ എ ഡാഷ് അഥവാ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഈ പുറത്തുള്ള ആൾക്കാരായിരിക്കും. ഇതാണ് നമ്മളുടെ ഇവന്റ് എ എന്ന് പറയുന്നത്, ഇതിനകത്തുള്ള ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി പ്രോബബിലിറ്റി ഓഫ് എ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനിപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. സോ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ്. ഇനി പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ആണെങ്കിൽ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. ദാറ്റ് ഇസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ. ഇനി ഇവൻ എ ആൻഡ് ബി ആർ ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ, ഈ എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ നമ്മൾ പി ഓഫ് എ ഓർ ബി എന്ന് പറയുന്നത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആയിരിക്കും. ഇനി അത് തമ്മിൽ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ഇത് തമ്മിൽ മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ആ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ പി ഓഫ് എ ഓർ ബി എന്ന് പറയുന്നത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഈ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തന്നെയാണ് നമ്മൾ പി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത്. പി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത്. ഇനി പി ഓഫ് എ ഓർ ബി എന്ന് പറയുന്നത് തന്നെയാണ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്.
ഫോർ എനി ടു ഇവൻറ്റ്സ് എ ആൻഡ് ബി, ഏതെങ്കിലും രണ്ട് ഇവന്റ് എ ആൻഡ് ബിക്ക് പി ഓഫ് എ ഓർ ബി, അതായത് പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആയിരിക്കും. ഇനി പി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് ബിയും ആയിരിക്കും. ഇനി നമ്മൾ 9th ചാപ്റ്റർ കണ്ടീഷണൽ പ്രോബിലിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കണ്ടീഷൻസ് വരുന്നുണ്ട്. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണെങ്കിൽ, എ ഗിവൺ ബി ആണെങ്കിലും ബി ഗിവൺ എ ആണെങ്കിലും ന്യൂമറേറ്റർ രണ്ടും സെയിം ആണ്. പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി തന്നെയായിരിക്കും ന്യൂമറേറ്ററിൽ. പിന്നെ ഇവിടെ സെക്കൻഡ് വരുന്നത് ആരാണോ അതായിരിക്കും നമ്മളെ ഡിനോമിനേറ്ററിൽ ഉണ്ടാവാം. സോ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി, വെർ പ്രോബിലിറ്റി ഓഫ് ബി നോട്ട് ഈക്വൽ ടു 0 ആൻഡ് പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഗിവൺ എ ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ തിയറം പറയുന്നത് ഇവിടെ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്താണ്, ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി. ഇനി ഇവിടെ ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ആയിരിക്കും പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത്. സോ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി, പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിക്ക് രണ്ട് രീതിയിൽ നമുക്ക് അതിനെ കണ്ടുപിടിക്കാം. പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പ്രോബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി, അത് ചെയ്താലും നമുക്ക് കിട്ടുന്നത് പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി ആയിരിക്കും. ഇനി എ ആൻഡ് ബി രണ്ട് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെങ്കിൽ, ഇവർ തമ്മിൽ ഇൻഡിപെൻഡന്റ് ആണ്, ഇവർ തമ്മിൽ റിലേഷൻ ഒന്നും ഇല്ല എന്നാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇവർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്, അവർ തമ്മിൽ ഒരു ഡിപ്പെൻഡൻസി വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ആയിരിക്കും. ടോട്ടൽ പ്രോബിലിറ്റി തിയറം, ടോട്ടൽ പ്രോബിലിറ്റി തിയറത്തിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. A1 A2 അങ്ങനെ രണ്ട് ഇവന്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കണം, എക്സോസ്റ്റീവ് ആയിരിക്കണം. ആൻഡ് എ എന്ന് പറയുന്ന ഇവന്റ്, ദാറ്റ് ഈസ് എനി അതർ ഇവന്റ് വിച്ച് ഒക്കർ അലോങ് വിത്ത് A1 ആൻഡ് A2. A1 ആൻഡ് A2 രണ്ട് ഇവന്റ്സ് നടക്കുന്നുണ്ട്. ഈ എ എന്ന് പറഞ്ഞ ആള് ഈ A1-ന്റെയും A2-ന്റെയും കൂടെ തന്നെ നടക്കുന്ന മറ്റൊരു ഇവന്റ് ആണ്. A1-ന്റെ കൂടെ തന്നെ ഒരു എ എന്നുള്ള ഇവന്റ് നടക്കുന്നുണ്ട്, അതേപോലെ A2-ന്റെ കൂടെ എ എന്നുള്ളൊരു ഇവന്റ് നടക്കുന്നുണ്ട്. സോ അതിന്റെ ഇക്വേഷൻ വരുന്നത് പി ഓഫ് എ, ടോട്ടൽ ഈ എ എത്ര നടക്കുന്നുണ്ട്, A1-ൽ കുറച്ച് നടക്കുന്നുണ്ട്, A2-ൽ കുറച്ച് നടക്കുന്നുണ്ട്. അപ്പൊ ടോട്ടൽ ഈ പി ഓഫ് എ എത്ര നടക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയണമെങ്കിൽ പി ഓഫ് എ ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് A1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ A1 പ്ലസ് പ്രോബിലിറ്റി ഓഫ് A2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ A2. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ് ബേസ് തിയറം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് അത് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി ബേസ് തിയറം എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ബി ഐ ഗിവൺ എ ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ബി ഐ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഐ ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് B1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B1 പ്ലസ് എക്സെട്ര പ്ലസ് probability of Bn into probability of A given Bn, where I is equal to 1, 2, 3, etc. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി ഫൈനലി സാമ്പിളിംഗ് ടെക്നിക്സ്, നമ്മളെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് സാമ്പിളിംഗ് ടെക്നിക്സ്. അതും കുറച്ച് തിയറി ബേസ്ഡ് തന്നെയാണ്, അതിലധികം ഇക്വേഷൻസ് ഒന്നും നമുക്ക് വരുന്നില്ല. ആകെ വരുന്നത് ഈ ഒരു ആൾക്കാരാണ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗിൽ നമുക്ക് രണ്ട് രീതിയുണ്ട്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ഉണ്ട്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ഉണ്ട്. അപ്പോൾ പോപ്പുലേഷൻ സൈസ് ക്യാപിറ്റൽ ലെറ്റർ എന്നും സാമ്പിൾ സൈസ് സ്മോൾ ലെറ്റർ എന്നും ആണെങ്കിൽ എത്ര സാമ്പിൾസ് നമുക്ക് ആ ഒരു പോപ്പുലേഷനിൽ നിന്ന് എത്ര സാമ്പിൾസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ NCN, N എന്താണ് പോപ്പുലേഷൻ സൈസും സ്മോൾ ലെറ്റർ N സാമ്പിൾ സൈസും, ഇത് ചെയ്താൽ കിട്ടുന്ന നമ്പറാണ്. ഇത്രയും സാമ്പിൾസ് നമുക്ക് ഈ ഒരു പോപ്പുലേഷനിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ അത് N raised to N ആയിരിക്കും, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ N raised to സ്മോൾ ലെറ്റർ N. ഇതായിരിക്കും നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റിലാണെങ്കിൽ ഇത്രയും നമ്പർ ഓഫ് സാമ്പിൾസ് ആണ് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുക. സോ ഇത്രയാണ് നമ്മളുടെ ഈ 10 ചാപ്റ്റർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്. എക്സാമിന് ഈ ഇക്വേഷൻസ് മാത്രം മതി, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. സോ ഈ ഇക്വേഷൻസ് എല്ലാവരും ശ്രദ്ധിച്ച് വായിക്കുക, അത് വെച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മളെ മാരത്തോൺ ക്ലാസ്സസ് ഒക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇത് ജസ്റ്റ് ഇക്വേഷൻസ് മാത്രം. നിങ്ങൾക്ക് ഇക്വേഷൻസ് കിട്ടിയാൽ നിങ്ങൾക്ക് എന്താണ് അത് വെച്ചൊന്ന് ബ്രഷപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് ഈസി ആയിരിക്കും കുറച്ചും കൂടെ. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. സോ എല്ലാവരും ഇത് വെച്ച് അടിപൊളിയായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.